ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടം വെച്ചിട്ട് തോരനാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പപ്പടം ഞാനിവിടെ കുറച്ച് പപ്പടം എടുത്തിട്ടുണ്ട്. ഇതിനി കട്ട് ചെയ്യണം. അത് ഞാൻ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, 2 പച്ചമുളക്, ചില്ലി ഫ്ലേക്സ് അതായത് ഇടിച്ച മുളകാണ്, പിന്നെ കുറച്ച് തേങ്ങ. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. പിന്നെ കടുക് താളിക്കാൻ നേരത്ത് വേപ്പില അത് 2 വേണം, കറിവേപ്പിലയും വേണം. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് നീളത്തിൽ മുറിച്ചെടുക്കണം. എന്നിട്ട് പിന്നെ ട്രയാങ്കിളിൽ എടുക്കണം. കട്ട് ചെയ്തെടുത്താൽ മതി. അത് നിങ്ങൾക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കണം. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെളിച്ചെണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം. എണ്ണയിലിട്ട് നമുക്ക് പപ്പടം വറുത്തെടുക്കാം. അവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുഴുവനും വറുത്തെടുക്കാം. നമ്മൾ പപ്പടമൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. എണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക് ഇടുക, കറിവേപ്പില ഇടുക. ഇനി ചെറിയ ഉള്ളി ആഡ് ചെയ്യുക. ചെറിയ ഉള്ളിയും പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. നല്ലോണം ഫ്രൈ ചെയ്തതിന് ശേഷം തേങ്ങ ആഡ് ചെയ്യുക. അതായത് നമ്മൾ എടുത്തു വെച്ചിരുന്ന കോക്കനട്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. നല്ലോണം തേങ്ങ ഫ്രൈ ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മുടെ ചില്ലി ഫ്ലേക്സ് അതായത് ഇടിച്ച മുളക് ആഡ് ചെയ്യുകയാണ് കേട്ടോ. നമ്മൾ തേങ്ങ ആഡ് ചെയ്തു, കുറച്ച് ഇടിച്ച മുളക് അതായത് ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ഉപ്പും ആഡ് ചെയ്തു. നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു 3 മിനിറ്റ്സ് ഫ്രൈ ചെയ്യാം. ഇതിലിപ്പോൾ നമ്മൾ ആഡ് ചെയ്തേക്കണ എണ്ണ ഒഴിച്ചു, കടുകിട്ടു, കറിവേപ്പില, ഇടിച്ച മുളക് ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഉള്ളി ഇട്ടിട്ടുണ്ട്, തേങ്ങ ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇടിച്ച മുളക് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. അതാണ് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണമെന്ന് പറയുന്നത്. നല്ലോണം ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രമേ പപ്പടം ആഡ് ചെയ്യാൻ പാടുള്ളൂ. പപ്പടം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പപ്പടം തോരൻ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. നമുക്കൊരു 10 മിനിറ്റ്സിന് ഉള്ളിൽ മതി. ഒരു 6-7 മിനിറ്റ്സ് മതി ഇതുണ്ടാക്കാനായിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. താങ്ക് യു.